ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തായിട്ട് എടച്ചിറയിലാണ്. വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇൻഫോ പാർക്കിലേക്ക്. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. മൂന്ന് സെൻറ്റ് ലാൻഡിൽ 1420 സ്ക്വയർ ഫീറ്റ് ഒരു കോംപ്രമൈസും കൂടാതെയാണ് നല്ലൊരു പ്ലാനോട് കൂടി വീട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എലിവേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഭംഗിയുള്ളൊരു ബോക്സി ഡിസൈനാണ് വന്നുള്ളത്. സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ വിത്ത് ടഫ് ആൻഡ് ഗ്ലാസ് ആണ് വന്നുള്ളത്. നല്ലൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഗ്ലാഡിങ് സ്റ്റോൺ വർക്കും ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. നേരെ നമ്മൾ കോമ്പൗണ്ടിനകത്തേക്ക് വരികയാണ്. ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ ബേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ചെയ്തിരിക്കുന്നത് കോളം ഭീമും മാത്രമല്ല, പൈൽ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിലാണ് വീട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ പാർക്കിംഗ് സ്പേസിലേക്ക് വരികയാണ്. വലിയൊരു വാഹനം പാർക്കിങ്ങുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. പോർച്ച് കസ്റ്റമൈസ് ചെയ്യാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അതായത് കസ്റ്റമർ ഐ ഡി അനുസരിച്ച് ഇവർ സെറ്റ് ചെയ്യുന്നതാണ്. ഇവിടെയായിട്ട് വാട്ടർ പോയിൻ്റ് ഉണ്ട്, അവിടെയായിട്ട് പവർ പോയിൻ്റ് ഉണ്ട്. 2 പവർ പ്ലഗുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീടിനകത്തേക്ക് വരാം. KW വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. 7000 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണ് ഈ കാണുന്നത്. 7000 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് KW വാട്ടർ കണക്ഷന്. നേരെ നമ്മൾ വീടിനകത്തേക്ക് കയറുകയാണ്. സ്റ്റെപ്പ് വന്നിരിക്കുന്നത് ഈസ്റ്റിലേക്കാണ്. ഡോറിൻ്റെ ദർശനം വരുന്നത്, അതായത് വീടിൻ്റെ ദർശനം വരുന്നത് നോർത്തിലേക്കാണ്. ടീക്കുടിയിൽ തീർത്ത നല്ല 2 പീസ് ഡോറാണ് വന്നുള്ളത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു ഹാൻഡിലും വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കോർണർ സെറ്റീസ് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്, 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡാണ്, അവിടെയും 3 പാളി ജനലാണ് വന്നുള്ളത്. അപ്പോൾ ജനൽ പാളികളെല്ലാം ടീക്കിലും തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ടി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു സ്റ്റോറേജ് സ്പേസോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അകത്തൊക്കെ LED ലൈറ്റിലൊക്കെ വരുന്നുണ്ട്. നേരെ നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് വരികയാണ്. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഡൈനിങ്ങിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ വാഷ് കൗണ്ടർ തന്നെയാണ്. നല്ല വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടർ, അതും ജാഗോൻ്റെ ഫിറ്റിങ്സ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നാനോവൈറ്റ് ഗ്രാനൈറ്റിന് മേലെ വലിപ്പമുള്ളൊരു വാഷ് ബേസിനാണ് കൊടുത്തുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ LED മിറർ, നല്ല വുഡിൻ്റെ ടെക്സ്റ്റുള്ളൊരു PVC ലാമിനേഷനൊക്കെ വരുന്നുണ്ട്. അപ്പം നല്ല ഭംഗിയുള്ളൊരു വാഷ് കൗണ്ടർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി സ്റ്റെയറിനടിയിലായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് വരാം. നല്ലൊരു ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫാൾ സീലിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വർക്കുകളെല്ലാം നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. നല്ല ലക്ഷറീസ് ആയ കിച്ചൺ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല നാനോവൈറ്റ് ഗ്രാനൈറ്റ് കൊടുത്തുകൊണ്ട് അതിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് ഒരു വാം ലൈറ്റ് തന്നെ ആയതുകൊണ്ട് ഒരു ലക്ഷറി ഫീൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് വലിയൊരു ഫ്രിഡ്ജ് വെക്കാനുള്ള പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് വെച്ചാലും കിച്ചണിൽ പെരുമാറാനുള്ള ഒരു സ്പേസും കൂടി കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നോർത്ത് സൈഡാണ്, അത് വെസ്റ്റ് സൈഡാണ്. അപ്പം നോർത്ത് വെസ്റ്റ് കോർണറിലാണ് അടുക്കള വന്നുള്ളത്. നോർത്തിലേക്ക് നമുക്ക് പാചകം ചെയ്തതിന് വേണ്ടിയിട്ട് ഫുഡും പോകും അറേഞ്ച് ചെയ്യാം. 2 സൈഡും 3 പാളി ജനലാണ് വന്നുള്ളത്. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നല്ലൊരു വർക്ക് ഏരിയ കിട്ടിയിട്ടുണ്ട്. അത് ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അലൂമിനിയം ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് വർക്ക് വരുന്നുണ്ട്. മേലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. 2 സൈഡ് ലോക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു കബോർഡും കിട്ടിയിട്ടുണ്ട്. താഴെ വലിപ്പമുള്ള ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. നല്ല ടാപ്പും വരുന്നുണ്ട്. ഇനി വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് താഴെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വാട്ടർ ലൈൻ വരുന്നുണ്ട്, പവർ ലൈൻ വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ വരുന്നുണ്ട്. അലക്കി വിരിച്ച് നമുക്ക് ഇവിടെ തന്നെ ഇടാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം. ഇനി ഇതിൽ ഒട്ടിച്ചിരിക്കുന്ന ടൈല്, അതായത് കിച്ചണിൽ ഒട്ടിച്ചിരിക്കുന്ന 4x2 മാറ്റ് ടൈല് തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയയിലും കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. നമ്മളിപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നുള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. നല്ലൊരു ബെഡും കോട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ, മേലെ ഫാൾ സീലിംഗ് ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം. ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളിലാണ് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ജാഗോൻ്റെ ഒരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. ജാഗോൻ്റെ തന്നെയാണ് പില്ലർ കോക്കും കൊടുത്തിട്ടുള്ളത്. മിറർ വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ്. ഇവിടെയായിട്ടാണ് ഷവർ ഏരിയ വരുന്നത്. അതും ജാഗൂർ തന്നെയാണ്. റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. ടവൽ റാൻഡ് വരുന്നുണ്ട്. മാത്രമല്ല സോപ്പ് ട്രേ ഒക്കെ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്കൊരു ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. നല്ല ഹൈറ്റിലുള്ള
നല്ലൊരു ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫൈബർ ഡോർ തന്നെയാണ് എന്നുള്ളത്. അപ്പം നല്ലൊരു ബാത്റൂം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നേരെ നമ്മൾ ഫോർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. വുഡിൻ്റെ ഹാൻഡ് റെയിൽ വന്നിട്ടുണ്ട് വിത്ത് ടഫൻഡ് ഗ്ലാസും. നേരെ കയറുവാണ്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെയർ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ എത്തുമ്പോൾ മേലെ ഒരു പെർഗോളയും കൊടുത്തിട്ടുണ്ട്. അത് ലൈറ്റ് കടന്നു വീഴുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പർ ലിവിങ് സ്പേസ് ആണ്. ഈ ഭാഗത്തായിട്ട് ഒരു പവർ പോയിന്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ടൊരു ടി വി സ്പേസും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ സ്പേസ് നമുക്കൊരു ടി വി യൂണിറ്റ് വേണമെങ്കിൽ കൊടുക്കാം. അതിന് പവർ പോയിന്റും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സോഫ സെറ്റീസ് ഒക്കെ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. മേലെ ഫാൾ സീലിംഗ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഒരു സെപ്പറേഷനാണ്, അതായത് സ്റ്റെയർ ഏരിയയും ലിവിങ് സ്പേസും കൂടി സെപ്പറേഷൻ ചെയ്യുന്ന ഭാഗമാണ് കൊടുത്തുള്ളത്. ഇതിന് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാനുള്ള സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്യൂരോ ക്യാബിനറ്റുമായിട്ടും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകുന്ന ഡോറാണ് ഈ കാണുന്നത്. പ്രധാന ഡോറുകളെല്ലാം തന്നെ ടീക്കൂട്ടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറാം. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെയർ കൊടുത്തിരിക്കുകയാണ്. ഒരുപാട് സ്റ്റീപ്പായിട്ടല്ല ചെയ്തിട്ടുള്ളത്. ഈസി ആയിട്ട് സ്റ്റെപ്പ് വെച്ച് കയറാവുന്ന രീതിയിൽ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അത് ഷീറ്റ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. ഇനി നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഇപ്പോൾ ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പർ ലിവിങ് സ്പേസിൽ ഫസ്റ്റ് ബെഡ്റൂമിലും ഇത് വരുന്നത് സൗത്ത് വെസ്റ്റ് ഭാഗത്താണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ബെഡും കോട്ടും അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് വരാം. ബാത്റൂമിൻ്റെ കളർ പാറ്റേൺ എല്ലാം ഭംഗിയായിട്ടാണ് ചെയ്തത്. അതായത് ടൈലിൻ്റെ കളർ പാറ്റേൺ നല്ല കളറാണ് കൊടുത്തുള്ളത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. ഇനി ഷവർ ഏരിയയിലേക്ക് വരാം. ഒരു ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് തന്നെയാണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഡയറക്ടറാണ് കൊടുത്തുള്ളത്. അപ്പോൾ നല്ലൊരു ബാത്റൂമും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. അപ്പർ ലിവിങ് സ്പേസിൽ രണ്ടാമത്തെ ബെഡ്റൂം, വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കൊടുത്തുള്ളത്. ഏകദേശം ഒരു 13 അടി നീളവും 11 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെ കൊടുത്തിട്ടുണ്ട്. സൗത്തിലേക്ക് നമുക്ക് ഹെഡ് പൊസിഷൻ കൊടുക്കാവുന്ന രീതിയിൽ ബെഡ് സ്വിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളും വരുന്നുണ്ട്. നല്ല വലിപ്പമുള്ള കബോർഡും കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ടേബിൾ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ് കൗണ്ടറാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഷ് ബേസിനും പില്ലർ കുക്കൊക്കെ വരുന്നുണ്ട്. നാനോവൈറ്റ് ഗ്രാനൈറ്റിന് മേലെയാണ് കൊടുത്തുള്ളത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള മിറർ വരുന്നുണ്ട്. നല്ലൊരു LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ടവൽ റാഡും കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ട്രേ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ക്ലോസറ്റ് ഏരിയയിലേക്ക് വരാം. ഇവിടെയായിട്ട് വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആണ് വന്നുള്ളത്. ഇത് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് സ്ലൈഡ് ചെയ്ത് അകത്തേക്ക് കയറാവുന്ന രീതിയിൽ. ഇവിടെയായിട്ട് ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. അപ്പം നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാത്റൂമും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതും സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. ഡോർ എടുത്ത് പറയേണ്ടതാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബെഡ്റൂമിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ബാൽക്കണിയിലാണ് വന്നുള്ളത്. ബാൽക്കണിയിലെ ടൈൽ ഒരു മാറ്റ് വുഡിൻ്റെ ടെക്സ്റ്റുള്ള ടൈലാണ് കൊടുത്തുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ ടഫൻഡ് ഗ്ലാസും വന്നിട്ടുണ്ട്. ബാൽക്കണി ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. നമുക്ക് അവിടെയൊക്കെ നല്ല ചെടികളൊക്കെ വെച്ചിട്ട് എലിവേഷൻ കുറച്ചും കൂടി ഭംഗിയാക്കാവുന്നതാണ്. മനോഹരമായുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വാക്കബിൾ ഡിസ്റ്റൻസിൽ വരുന്ന മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 3 സെൻറ്റ് ലാൻഡിൽ 1420 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. ഈ 3 സെൻറ്റ് ലാൻഡ് കറക്റ്റായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. മനോഹരമായിട്ടൊരു പ്ലാനോട് കൂടിയാണ് വീട് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ഔട്ട് സൈഡിൽ നല്ലൊരു വർക്ക് ഏരിയ വരുന്നുണ്ട്. നല്ലൊരു പാർക്കിംഗ് സ്പേസും വരുന്നുണ്ട്. അപ്പം ഇതിന് ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്. വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റ് നമ്മുടെ പക്കലുണ്ട്. നിങ്ങളുടെ മനസ്സിനിണങ്ങുന്നതും നിങ്ങളുടെ ബഡ്ജറ്റിനിണങ്ങുന്നതുമായ വീടുകൾ നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.